I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love. ഹലോ, ഇറ്റ്സ് മീഹ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള എപ്പോഴും പറയുന്നതാണ് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിനെ കുറിച്ചും എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ. സോ അൽഹംദുലില്ലാ, ഓൺ നവംബർ ഐ ഗോട്ട് മൈ UAE ഡ്രൈവിംഗ് ലൈസൻസ്. സോ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ലോങ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന്റെ ലോങ് വീഡിയോ ആയിട്ടാണ്. സോ എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് പറ്റിയത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ് ചെയ്തത്, പിന്നെ ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങളും എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മിസ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ എന്റെ കേസ് പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരു 3 അറ്റംപ്റ്റ് പോയിട്ടുണ്ട്. 4th അറ്റംപ്റ്റിലാണ് എനിക്ക് എന്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. 3 അറ്റംപ്റ്റ് ഞാൻ പോയിട്ടുണ്ട്. സോ ഓരോ അറ്റംപ്റ്റിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഫെയിൽ ആയിട്ട് എടുത്തത്. ഇൻ കേസ് പറയുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഭയങ്കര നെർവസ് ആയിരുന്നു. സോ അന്ന് എന്താ പറയാ, മീൻസ് ഞാൻ അസസ്മെന്റ് ക്ലാസ് എടുക്കുമ്പോഴും എന്റെ ഫൈനൽ ഡ്രൈവിംഗ് ടെസ്റ്റിനോടനുബന്ധിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്റെ ഇൻസ്ട്രക്ടർ ഒക്കെ പറഞ്ഞതാണ് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ബട്ട് എന്റെ ഈ ഒരു നെർവസ്നെസ് കാരണമാണ് എനിക്ക് എന്താണ് ആ ഒരു 3 അറ്റംപ്റ്റ്സും പോകേണ്ടി വന്നത്. ഫസ്റ്റ് പോയിന്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പോവാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഡ്രൈവ് പോവാന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കൊരു ഡ്രൈവ് പോവാന്നോ, നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു ഡ്രൈവ് പോവാന്നോ, എന്ത് മനസ്സിൽ സെറ്റ് ചെയ്താലും നിങ്ങളിങ്ങനെ ടെസ്റ്റിന് പോവാണ്, നിങ്ങളെ കൂടെ ഉള്ളത് ഒരു എക്സാമിനർ ആണെന്ന് ഒരിക്കലും നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്യരുത്. അത് മൈൻഡ് സെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ എന്താണ് നെർവസ് ആവും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന മീൻസ് നമ്മൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടൊക്കെ നമ്മൾ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടാണ്ട് പോകുന്നതിൽ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു നെർവസ്നെസ് ആണ്. സോ അത് ആദ്യം നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ദെൻ ദ സെക്കൻഡ് തിങ് ഈസ് ലൈക്ക്, ചിലപ്പോൾ നമ്മള് റോഡ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് കിട്ടുന്നത് എപ്പോ നമ്മളുടെ രജിസ്റ്റർ ചെയ്ത് എന്നുള്ള അതിനനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, എപ്പോഴും റോഡ് ടെസ്റ്റില് 3 ആൾക്കാര് ഉണ്ടാവും, ഒരു വണ്ടിയിൽ 3 ആൾക്കാര് ഉണ്ടാവും. ഞാനൊക്കെ ഡ്രൈവ് ചെയ്തപ്പോ അങ്ങനെ തന്നെയായിരുന്നു. 3 ആൾക്കാരുണ്ടാവും, 3 സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അതിൽ നമുക്ക് ഫസ്റ്റ് സ്ലോട്ട്, സെക്കൻഡ് സ്ലോട്ട്, തേർഡ് സ്ലോട്ട് അങ്ങനെയാണ് ഓരോ സ്ലോട്ടായി കിട്ടുന്നത്. സോ എന്താണ് ഓരോ സ്ലോട്ടിലും മീൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ഈ ഒരു സെഗ്രിഗേഷൻ വരുന്നത് നമ്മളെപ്പോ നമ്മളുടെ ട്രാഫിക് ഫയല് നമ്മളെപ്പോ ഓപ്പൺ ചെയ്തു എന്നുള്ള ഇതിനനുസരിച്ചിട്ടാണ് ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള സെഗ്രിഗേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് എനിക്ക് മിക്ക തവണയും എനിക്ക് മീൻസ് രണ്ട് തവണ എനിക്ക് ഫസ്റ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 3ാമത്തെ തവണ എനിക്ക് സെക്കൻഡ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ 100% നമ്മുടെ എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ എക്സാമിനറിന് നല്ലൊരു ഇംപ്രഷൻ കൊടുക്കുക എന്നുള്ളത് അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ വണ്ടിയിൽ കയറിയ ഉടനെ നമ്മൾ എന്താണ് നമ്മുടെ സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കിലുള്ള സ്റ്റുഡൻസ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. നമ്മുടെ ഇൻ കേസ് എനി എക്സാമിനർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഉള്ളെങ്കിൽ മേ ബി അവരെന്താണ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ. സോ ഇൻ കേസ് അവർ ഇട്ടിട്ടില്ല എന്നുള്ളതെങ്കിൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദേ ആർ എക്സാമിനർ നമ്മൾ എന്താണ് പറയാതിരിക്കും. ഓക്കെ, ഇത് എക്സാമിനർ ആണല്ലോ എന്നുള്ളതിൽ പറയാതിരിക്കരുത്. അവരോട് എന്താണ് സീറ്റ് ബെൽറ്റ് എടുക്കാൻ മീൻസ് ഇടാൻ വേണ്ടി പറയാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ മീൻസ് നമ്മൾ സ്മാർട്ട് യാർഡിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ 5 സേഫ്റ്റി പോയിന്റ്സ് ഉണ്ട്. 5 സേഫ്റ്റി പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താണ്
ഡ്രൈവ് മോഡ്, റിവേഴ്സ് മോഡ് അക്കോർഡിംഗ് ടു പാർക്കിംഗ്. അതിന് ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഡാഷിലൊന്ന് നോക്കുന്നത് നല്ല ഹെൽത്ത്. മേ ബി ഇൻ കേസ് ദർ ഇസ് എ ചാൻസ് ലൈക്ക് നമ്മുടെ ബാക്കിൽ 2 സ്റ്റുഡൻസും കൂടെ ഉണ്ടായിരിക്കും. സോ ഇൻ കേസ് അവരുടെ ഡോറ് ഇൻ കേസ് ഓഫ് നെർവസ്നെസ് മേ ബി അവരുടെ ഡോറ് മര്യാദയ്ക്ക് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ദാറ്റ് ഇസ് ഹാപ്പൻ ടു മീ ലൈക്ക്. സോ അതുകൊണ്ടാണ് പറയുന്നത് it was the major mistake and that happened to me in my second attempt. എന്താണ് ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്ത് ഞാൻ എന്റെ ഡാഷില് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലുള്ള സ്റ്റുഡന്റിന്റെ ഡോറ് ക്ലോസ്ഡ് മര്യാദയ്ക്ക് ക്ലോസ്ഡ് ആയിരുന്നില്ല. സോ വണ്ടി പാർക്കിംഗ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതിന് മുന്നേ തന്നെ എക്സാമിനറിൽ നിന്നാണ് ബ്രേക്ക് കയറ്റി ഡാഷ് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു എന്താണ് ഈ സിമ്പലിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു. സോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഡോറ് ക്ലോസ്ഡ് അല്ല എന്നുള്ളത്. സോ ഇറ്റ് വാസ് എ മേജർ മിസ്റ്റേക്ക്. അപ്പൊ തന്നെ ഫെയിലായി. ബട്ട് എന്താണ് ഫോർമാലിറ്റി എന്നുള്ളതിൽ നമ്മൾ അവരെന്താണ് ഒരു 10 minutes റൈഡ് അല്ലെങ്കിൽ 5 minutes റൈഡ് നമ്മൾ കൊണ്ടുപോകും. ബട്ട് ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് അസ്. എത്ര നന്നായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്താലും ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ മിസ്റ്റേക്ക്. സോ ഇമ്മീഡിയറ്റ് ഫെയിൽ ആണ്. സോ ദെൻ അനദർ തിങ്, നമ്മള് മേ ബി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂള് നമ്മൾ വണ്ടി പുറത്തേക്ക് വന്ന് മേ ബി നമുക്കിപ്പോ ഫസ്റ്റ് സ്ലോട്ട് ആണെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികവും ചാൻസ് എന്ന് വെച്ചാൽ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ വണ്ടി ഓടിക്കാനാണ്. സോ ഞാൻ രജിസ്റ്റർ ചെയ്തത് എക്സലൻസ് ഡ്രൈവിംഗ് സ്കൂളിലാണ്, ജുമൈറ ബ്രാഞ്ചിലായിരുന്നു. എന്റെ ഫൈനൽ റോഡ് ടെസ്റ്റും അസസ്മെന്റും ഒക്കെ ജുമൈറ പോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ എനിക്ക് അധികവും ബെസ്റ്റ് സ്ലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 2 തവണയും എനിക്ക് ഫസ്റ്റ് സ്ലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്ലോട്ട് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മള് വണ്ടി പാർക്കിങ്ങിന് പുറത്തെടുത്ത് മേ ബി നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ എവിടെയാണ് വണ്ടി ഓടിക്കുന്നുണ്ടാവുക. സോ റെസിഡൻഷ്യൽ ഏരിയയിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത് സ്പീഡ് ലിമിറ്റ് ആണ്. ചില റെസിഡൻഷ്യൽ ഏരിയയിൽ 25 ആയിരിക്കും സ്പീഡ്, ചില റെസിഡൻഷ്യൽ ഏരിയയിൽ 40 ആയിരിക്കും. സോ ഈ 25 അല്ലെങ്കിൽ 40 നമ്മൾ എക്സീഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഫെയിലിയർ മിസ്റ്റേക്ക് ആണ്. അത് മേജർ മിസ്റ്റേക്ക് ആണ്. ഒരിക്കലും റെസിഡൻഷ്യൽ ഏരിയയിൽ സ്പീഡ് എന്താണ് എക്സീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് സെയിം ടൈം നമ്മൾ എന്താണ് സ്പീഡ് കുറയാനും പാടില്ല. നമ്മുടെ ബാക്കിലുള്ള വണ്ടി ഹോൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ബാക്കിലുള്ള വണ്ടിക്ക് ഇന്ററപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. ഓക്കെ, സോ ഇപ്പോ 40 സ്പീഡിന്റെ റോഡാണ് അല്ലെങ്കിൽ 25 സ്പീഡിന്റെ റോഡാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ് ഇൻ 40 അല്ലെങ്കിൽ എന്താണ് 25. അത് തന്നെ അത് എക്സീഡ് ചെയ്യാതെ നോക്കുക, അതിന്റെ താഴത്ത് പോവാതെ നോക്കുക. അനദർ തിങ് വന്നിട്ട് ടി ജംഗ്ഷൻ ആണ്. സോ ടി ജംഗ്ഷനിൽ എന്താണ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്രോച്ച് നമ്മൾ ടി ജംഗ്ഷൻ എക്സാമിനർ ആദ്യം പറയും ടി ജംഗ്ഷൻ ലെഫ്റ്റ് അല്ലെങ്കിൽ ടി ജംഗ്ഷൻ റൈറ്റ് എന്ന് എക്സാമിനർ ആദ്യം പറയും. സോ എന്താണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയതിന് മീൻസ് വൺസ് വി ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ എക്സാമിനർ റിഗാർഡിംഗ് ദ ഡയറക്ഷൻ, ഫസ്റ്റ് നമ്മള് സെൻട്രൽ മിറർ ചെക്ക് ചെയ്യുക. സെൻട്രൽ മിറർ ചെക്ക് ചെയ്തതിന് ശേഷം എന്താണ് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ ഡയറക്ഷൻ കിട്ടിയത്, മീൻസ് ഡയറക്ഷൻ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണ് ലെഫ്റ്റ്, അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റർ ഇടുക. സോ അതിനുശേഷം ഇപ്പൊ സ്റ്റോപ്പ് സൈൻ വരികയാണെങ്കിൽ സ്റ്റോപ്പ് സൈനിൽ നിർത്തുക. സ്റ്റോപ്പ് സൈനിൽ നിർത്തിയതിനു ശേഷം നമ്മുടെ എന്താണ് വേ ക്ലിയർ ആണെന്ന് എൻഷുർ ചെയ്തതിനു ശേഷം, ഫോർ എക്സാമ്പിൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് വേ അല്ലെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോത്ത് എന്താണ് ക്ലിയർ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. സോ ടി ജംഗ്ഷനിൽ നമ്മൾ ഹൈവേയിൽ അല്ലെങ്കിൽ റോഡിലേക്ക് മേർജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇൻ കേസ് നമ്മൾ എന്താണ് 40ന്റെ റോഡിൽ നിന്ന് 100 അല്ലെങ്കിൽ 80ന്റെ റോഡിലേക്ക് പോവാണെങ്കിൽ അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മൾ സ്പീഡ് എന്താണ് എക്സീഡ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എന്താണ് ആക്സിലറേറ്റ് ചെയ്യണം, നമ്മുടെ വണ്ടി ആ ഒരു ഫ്ലോയിലോട്ടേക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് കേസ് വന്നിട്ട് ലെയിൻ ചേഞ്ച് ആണ്. ലെയിൻ ചേഞ്ച് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ലെയിൻ ചേഞ്ച് പറയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റൈറ്റ് ഓർ ലെഫ്റ്റ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാം. ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തതിന് ശേഷം ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സ്പീഡ് എന്താണ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട്
അപ് ടു 10 വരെ നമുക്ക് എന്താണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രം. ഓക്കെ, ലൈൻ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ബാക്ക് ടു ദ റോഡ് സ്പീഡ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. സോ ലൈൻ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ഓൺ ചെയ്യുക. ദെൻ സെന്റർ മിറർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ, ഇപ്പൊ ലെഫ്റ്റ് ആണ് ലൈൻ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് മിറർ ഷോൾഡർ ചെക്ക് എന്ന് വെച്ചാൽ നിർബന്ധമാണ്. അത് നിർബന്ധമാണ്, മീൻസ് നമ്മുടെ ഈ ഇതില് പറയുകയാണെങ്കിൽ നമുക്ക് 12 മൈനർ മിസ്റ്റേക്ക് വരെ അലൗഡ് ആണ്. ദെൻ സോ ഈ ഒരു സേഫ്റ്റി ചെക്കിങ്സ്, നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ ചെക്കിങ്ങൊക്കെ വിട്ടു പോവുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ സേഫ്റ്റി ചെക്കിങ്സ് ഓരോ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ആഡായി വരും. അങ്ങനെയാണ് നമുക്ക് 12 മൈനർ മിസ്റ്റേക്ക് വരെ ആണ്. സോ വൺസ് വി എക്സീഡ് ദിസ് 12 മൈനർ മിസ്റ്റേക്ക്, നമ്മൾ മേജർ മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും 12 മൈനർ മിസ്റ്റേക്ക് എക്സീഡ് ചെയ്താൽ നമ്മൾ അവിടെ ഫെയിൽ ആണ്. ആൻഡ് മേജർ മിസ്റ്റേക്കിന്റെ കാര്യം, നമ്മളിപ്പോ മൈനർ മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒറ്റൊരു മേജർ മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മളവിടെ ഫെയിൽ ആണ്. സോ അതാണ് റിസൾട്ട്, പാസ് ഓർ ഫെയിൽ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരിക്കലും സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ് ടു 10 വരെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് ബാക്കിലുള്ള വണ്ടിക്ക് ഇന്ററപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ലൈൻ ചെയ്യുക. പിന്നെ അനദർ തിങ് ഈസ് ലൈക്ക്, നമ്മളിപ്പോൾ ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ റൈറ്റ് ആണ് ലൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ക് ക്ലിയറാണെന്ന് നമ്മൾ ഇൻഷുർ ചെയ്യണം. ബാക്കിലത്തെ വണ്ടീന്റെ സ്പീഡ് ഇതൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ചാൻസിനനുസരിച്ച് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അനദർ തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, തേർഡ് തിങ് എന്ന് വെച്ചാൽ ഈ റൗണ്ട് അബൌട്ടാണ്. ഓക്കെ, റൗണ്ട് അബൌട്ടിൽ 2-വേ ലൈൻ റൗണ്ട് അബൌട്ട് ഉണ്ട്, സിംഗിൾ റൗണ്ട് അബൌട്ട് ഉണ്ട്, ഓക്കെ, 3-വേ ലൈൻ റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റോഡ് വേർ യു ആർ ടേക്കിംഗ് ദ ടെസ്റ്റ്. ഓക്കെ, സോ ഇപ്പോ സിംഗിൾ റൗണ്ട് അബൌട്ടിലാണെങ്കിൽ റൈറ്റ് മീൻസ് എനി റൗണ്ട് അബൌട്ട്, നമ്മളിപ്പോ റൈറ്റ് ആണ് നമുക്ക് ഡിറക്ഷൻ, റൗണ്ട് അബൌട്ട് റൈറ്റ് ആണ് നമ്മൾ ഡിറക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് അബൌട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് സെന്റർ മിറർ ചെക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റ് കൊടുക്കുക, ബ്രേക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. ഒരിക്കലും ഹാർഡ് ബ്രേക്ക് ചെയ്യരുത്. ഞാൻ ഒരു തവണ ഫെയിൽ ആയതിന്റെ കാരണം ഈ ഹാർഡ് ബ്രേക്ക് ആണ്. ഹാർഡ് ബ്രേക്ക് ഇമ്മീഡിയറ്റ് ഫെയിൽ ആക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡ് ഓഫ് ദ എക്സാമിനർ. സോ എന്റെ എക്സാമിനർ ഹാർഡ് ബ്രേക്ക് ചെയ്തതെന്നുള്ള ഒരു കാരണത്തിലാണ് ഞാൻ ഒരു തവണ ഫെയിൽ ആയത്. ഓക്കെ, 3 തവണ ഫെയിൽ ആയതിൽ ഒന്ന് ഞാൻ പറഞ്ഞത് ഞാൻ യു ടേൺ എടുത്തതിന് ശേഷം ലാസ്റ്റ് ലൈനിലേക്ക് വന്നു. ബട്ട് ദെൻ അഗെയിൻ ഒരു ലൈൻ കൂടെ മെർജ് ആവുന്നുണ്ടായിരുന്നു. ആ ലൈനിൽ നമ്മളെ വണ്ടി എപ്പോഴും റൈറ്റിലാണ് കീപ്പ് ചെയ്യേണ്ടത്. സോ ആ റൈറ്റിൽ കീപ്പ് ചെയ്യാതെ ഞാൻ എന്റെ ട്രാക്കിലൂടെ പോയി. അതാണ് ഒരു റീസൺ ഉണ്ടായി. അനദർ റീസൺ എന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡന്റ് ബാക്കിലുള്ള ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ല പ്രോപ്പർലി. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എക്സാമിനറിന്റെ ഇന്ററപ്ഷൻ അവിടെ വന്നു. സോ എനി കൈൻഡ് ഓഫ് എക്സാമിനേഴ്സ് ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫെയിൽ. ഈവൻ എക്സാമിനർ ബ്രേക്ക് ചവിട്ടിയാലോ, ഈവൻ എക്സാമിനർ സിഗ്നൽ ചെയ്ത എല്ലാം എനി കൈൻഡ് ഓഫ് ഇന്ററപ്ഷൻ ഫ്രം ദ എക്സാമിനർ ഇസ് ഫെയിൽ. ഓക്കെ, ദെൻ തേർഡ് മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ ടി ജംഗ്ഷനിൽ സ്റ്റോപ്പ് സൈൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റോപ്പ് സൈനിൽ നിർത്തുന്ന ടൈമിൽ ജസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ നമ്മൾ മുന്നേ ഒന്ന് വണ്ടി സ്ലോ ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് സൈനിൽ നിർത്താൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മൾ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോപ്പ് സൈനിൽ പോയിട്ട് ഒരിക്കലും ഹാർഡ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് ഇമ്മീഡിയറ്റ് ഫെയിലാണ് ഹാർഡ് ബ്രേക്ക്. ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡയറക്ഷൻ ഫ്രം ദ റൗണ്ട് അബൌട്ട് നമ്മൾ ഫസ്റ്റ് എൻഷുർ ചെയ്യണം നമ്മുടെ ലെഫ്റ്റ് ലൈനിന്ന് വണ്ടിയൊന്നും വരുന്നില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. സോ ലെഫ്റ്റ് ലൈനിൽ നമ്മൾ റൗണ്ട് അബൌട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിയർ ആണെന്ന് എൻഷുർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. സിഗ്നൽ യു ടേൺ ആണെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുക. ലൈൻ ചേഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ കയറുക. പിന്നെ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ നമ്മൾ കയറുമ്പോൾ ബിഗിനിങ്ങിൽ തന്നെ, അതായത് റോഡിന്റെ ബിഗിനിങ്ങിൽ തന്നെ, റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ എൻറ്റർ ചെയ്യാൻ വേണ്ടി
പ്രൊസീഡ് ചെയ്യുക. അല്ലാതെ കുറച്ച് നമ്മൾ എന്താണ് മുന്നോട്ട് പോയി പിന്നെ എന്താണ് സിഗ്നൽ സോളിഡ് ലൈന് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ സോളിഡ് ലൈനാണ്. സോളിഡ് ലൈൻ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. സോളിഡ് ലൈന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഫെയിൽ ആണ്. ഒരിക്കലും ബ്രോക്കൺ ലൈൻസ് ലൈൻ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ബ്രോക്കൺ ലൈൻസ് അല്ലെങ്കിൽ സോളിഡ് ലൈൻസ് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ഫെയിൽ ആണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്താണ് ഈ ബ്രോക്കൺ ലൈൻസ് അല്ലെങ്കിൽ സോളിഡ് ലൈൻസ് വരുന്നതിന് മുന്നേ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്താണ് എൻട്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയുന്നത്. ചില കേസിൽ ലെഫ്റ്റും യു ടേണും സെയിം ലൈനിലായിരിക്കും. ആൻഡ് ചില കേസിൽ സിഗ്നൽ ലെഫ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് യു ടേൺ എടുക്കുന്ന ലൈനിൽ ഒരിക്കലും ലെഫ്റ്റ് എടുക്കരുത്. ചില കേസിൽ ഡിപ്പെൻസ് അപ്പോൺ ദ റോഡ് മാർക്കിംഗ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്താണ് യു ടേൺ എടുക്കുന്ന ലൈനിലായിരിക്കും നമ്മൾ ലെഫ്റ്റും എടുക്കേണ്ടത്. ബട്ട് ചിലത് ലെഫ്റ്റിന് സെപ്പറേറ്റ് ലൈന് അവിടെ മാർക്കിങ്സ് ഉണ്ടെങ്കിൽ ആ ലൈനിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് എടുക്കേണ്ടത്. ഒരിക്കലും യു ടേൺ എടുക്കുന്ന ലൈനിൽ പോയിട്ട് ലെഫ്റ്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ യാതൊക്കെ തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ടെസ്റ്റിന് പോവാന്നുള്ള ഒരു ചിന്ത മാറ്റി. എന്തെങ്കിലുമൊക്കെ റോഡ് ടെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങളിപ്പോൾ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവട്ടെ. ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഹോപ്പ് ഒരിക്കലും കൈവിടാൻ പാടില്ല.